യുകെയിലേക്ക് ജോലിക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മലയാളി നഴ്സ് കുഴഞ്ഞു വീണു മരിച്ച സംഭവം ഞെട്ടിച്ചിരുന്നു. പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രനാണ് മരിച്ചത്. കുഴഞ്ഞു വീണ് അവശനിലയിലായി പരമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആയിരുന്നു മരണം. സൂര്യയുടെ മരണത്തിന് പിന്നാലെയാണ് അരളിപ്പൂവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചത് അരളിച്ചെടിയിലെ വിഷാംശം കാരണമെന്ന് നിഗമനങ്ങൾ. അരളിയിലും പൂവിലും ഇലയിലുമെല്ലാം വിഷാംശം ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അരളിയാണോ യഥാർത്ഥ മരണകാരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. മരണകാരണം ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും സൂര്യയെ മരണത്തിലേക്ക് നയിച്ചത് അരളിച്ചെടിയുടെ വിഷാംശമാണോ എന്ന് സംശയമുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഏപ്രിൽ 28-ന് രാത്രി 8:30-ക്കുള്ള വിമാനത്തിലാണ് സൂര്യ യുകെയിലേക്ക് പോകാനിരുന്നത്. ഇതിനായി രാവിലെ 11:30-ന് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. ആലപ്പുഴയിൽ എത്തിയത് മുതൽ സൂര്യ ഇടയ്ക്കിടെ ഛർദ്ദിച്ചിരുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത്. യാത്രയ്ക്ക് മുൻപേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഹൃദയസ്തംഭനം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെങ്കിലും അരളിച്ചെടിയുടെ പൂവും ഇലയും ഉള്ളിൽ ചെല്ലുന്നത് ഹൃദയസ്തംഭനത്തിനു കാരണമായേക്കാം എന്നാണ് നിഗമനം. സൂര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അരളിച്ചെടിയുടെ വിഷയം മരണകാരണം ആയേക്കാം എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂര്യയുടെ ആമാശയത്തിൽ നിന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഇലയും പൂവും ചവച്ച് തുപ്പിയതിനാൽ ചാറു മാത്രം ഉള്ളിൽ ചെന്നതാവാം എന്നാണ് അനുമാനം. അരളിച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷാംശം ഉള്ളതാണ്. അത് പ്രധാനമായും ബാധിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ്. അരളിയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ അവ രാസഘടകങ്ങളാണ്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് സ്പന്ദനത്തിൽ വ്യതിയാനം ഉണ്ടാക്കി ഹൃദയസ്തംഭനം പോലുള്ള പ്രശ്നങ്ങൾ വന്ന് പെട്ടെന്ന് മരണം സംഭവിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ആന്തരിക പരിശോധനാ ഫലം വരുന്നത് കാത്തിരിക്കുകയാണ് ആശുപത്രി അധികൃതരും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ.